വീട്ടിൽ നിന്ന് പല ആവശ്യങ്ങൾക്ക് നമ്മൾ പുറത്തിറങ്ങാറുണ്ടല്ലേ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ ചെറിയൊരു വാക്ക് പറഞ്ഞിട്ടൊന്ന് ഇറങ്ങി നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ തിരിച്ചു വരുന്നതിന് മുൻപ് 4 വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. ഈ വാക്ക് മനസ്സിൽ ഉറപ്പിച്ച് ആശയം മനസ്സിലാക്കി ഉറച്ച ബോധ്യത്തോടുകൂടെ പറഞ്ഞാലാട്ടോ ഇതൊക്കെ സംഭവിക്കുക. എങ്ങനെ പറയണം, എന്താണ് പറയേണ്ടത്, ആ 4 അത്ഭുതം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അതിലൂടെ എന്തെല്ലാം ഉപദ്രവങ്ങളിൽ നിന്നാണ് നമുക്ക് കാവൽ ലഭിക്കുന്നത്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് മാറി മറിയുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ദുആ വസിയത്തുകളാണ് ദിനേന വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും വസിയത്തുകൾ നാഥനായ റബ്ബറിയുന്നവനാണ് അല്ലാഹു തആല. ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പലപ്പോഴും വീട്ടിൽ നിന്ന് പല ആവശ്യങ്ങൾക്കും പുറത്തേക്ക് ഇറങ്ങുന്നവരാ. ഈ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മളെ കാത്തിരിക്കണത് അല്ലേ? അപകടങ്ങൾ, മാരക രോഗങ്ങൾ, വിപത്തുകൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾ നമ്മളെ കാത്ത് പുറത്തിരിപ്പുണ്ട്. ഇതെവിടെ വെച്ചാണ്, എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് വല്ലതും അറിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിയുന്നത് നാഥനായ റബ്ബിന് മാത്രമാണെന്നേ. നമ്മൾ എത്ര വലിയ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങിയാലും അള്ളാഹുവിൻ്റെ കാവലില്ല എങ്കിൽ ഈ അപകടങ്ങളൊക്കെ നമുക്ക് വന്ന് ഫലിക്കൂലേ? ഉറപ്പല്ലേ? ഇപ്പോൾ നമ്മൾ നല്ല സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉള്ള കാർ എടുത്തു. എന്തൊക്കെ കാറിലുണ്ട്? അഡാസ് ഫീച്ചറുണ്ട്. അഡാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം, അഡാസ് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ മുമ്പിലൊരു വണ്ടി പെട്ടെന്ന് മുമ്പിലുണ്ട്, ഇങ്ങനെ കൂട്ടിമുട്ടാൻ പോകുമ്പോൾ നമ്മുടെ വണ്ടി തന്നെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കും, തന്നെ ബ്രേക്ക് ചെയ്യും. ആ ഫീച്ചറുണ്ട്. 6 എയർ ബാഗ് ഉണ്ട്. അങ്ങനെ തുടങ്ങി ഭയങ്കര ഫീച്ചേഴ്സൊക്കെ വണ്ടിക്കുണ്ട്. ഈ അഡാസ് ഉള്ള വണ്ടി തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. ഇനി ഓപ്പോസിറ്റുള്ളൊരു വണ്ടി നേരെ വന്ന് ഇങ്ങോട്ട് ഇടിച്ചാലോ? അഡാസ് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇനി മേലേന്ന് വല്ല വണ്ടിയും വന്ന് വീണാലോ? തകരൂലേ? എന്തെല്ലാം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും എന്തെല്ലാം പ്രൊട്ടക്ഷൻ എടുത്തിറങ്ങിയാലും പടച്ച റബ്ബിൻ്റെ സംരക്ഷണം ഇല്ല എങ്കിൽ കഥ കഴിഞ്ഞില്ലേ? എവിടെയാണ്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇനി വേണ്ട, പെട്ടെന്നൊരു മഴ പെയ്തു, ഒരു ക്ലൗഡ് സീഡിങ് ഉണ്ടായി, ഒരു ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി, പെട്ടെന്ന് ഒരു മേഘവിസ്ഫോടനം ഉണ്ടായി, വലിയൊരു മഴ അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങ് താഴേക്ക് ഇറക്കി, പെട്ടെന്ന് വെള്ളപ്പൊക്കം വന്നു, നമ്മളങ്ങ് മുങ്ങിപ്പോയാലോ? ഇതൊക്കെ സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അള്ളാഹുവിൻ്റെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. ഇനി എന്ത് അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നതെങ്കിലും, എന്ത് രോഗത്തിൻ്റെ വൈറസാണോ നമ്മളെ കാത്തിരിക്കുന്നതെങ്കിലും, എവിടെയാണ് ഡെങ്കു പരത്തുന്ന കൊതുകുള്ളത് നമുക്കറിയോ? കാവൽ വേണ്ടേ? അല്ലാഹു റബ്ബുൽ ആലമീൻ കാവൽ നൽകിയില്ല എങ്കിൽ എന്തെല്ലാം പ്രിക്വേഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും കാര്യമുണ്ടോ? അതിനടുത്ത് നമ്മൾ പ്രിക്വേഷൻ ഒന്നും എടുക്കേണ്ടെന്നല്ല കേട്ടോ. നമ്മൾ കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കണം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്കില്ല എങ്കിൽ നമ്മൾ അപകടത്തിൽ പെട്ടുപോകുന്നുള്ളത് ഉറപ്പല്ലേ? അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് വേണം. അതിന് എന്താ ചെയ്യേണ്ടത്? നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് വെച്ചിറങ്ങണം? ഇടത് കാല് വെച്ച് പുറത്തിറങ്ങണം. ഏത് കാല് വെക്കണം? ഇടത് കാല്. വീട്ടിലേക്ക് കയറുമ്പോഴോ അത് വലത്തെ കാല് വെച്ച് കയറണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ടോ നമ്മളെല്ലാവരും പതിവായി ചൊല്ലുന്നൊരു ദിക്റങ്ങ് ചൊല്ലണം. എന്താണ് ആ ദിക്ർ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സിമ്പിളായ ദിക്റല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ എത്ര പേര് ചൊല്ലാറുണ്ട്? എവിടെ പോയാലും ചൊല്ലിക്കോ. നിങ്ങളിപ്പോൾ അയൽവക്കത്ത് പോവാണ്, അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോവാണ്, ആ പോകുന്ന വഴിക്ക് മണ്ണിടിച്ചിലിന് സംഭവിച്ച് നിങ്ങൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകില്ല എന്നുള്ള ഉറപ്പുണ്ടോ? ഇനി അങ്ങ് ആഴ്ന്നു പോയാൽ പോലും നമുക്ക് ഈമാൻ കിട്ടി മരിക്കാൻ കഴിയും.
അല്ലാഹു റബ്ബുൽ ആലമീൻ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും നമ്മൾ ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. എന്താ അതിൻ്റെ ആശയം? ബിസ്മില്ല, അള്ളാൻ്റെ നാമം ചൊല്ലി ഞാൻ അങ്ങ് ഇറങ്ങുക. ആരുടെ നാമം? അള്ളാൻ്റെ നാമം. ആ നാമത്തിൻ്റെ പ്രത്യേകത എന്താ? ആ നാമം കൊണ്ട് എല്ലാ അത്ഭുതങ്ങളും നടക്കും. ആ നാമം കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തടയാൻ പറ്റും. നമ്മളെപ്പോഴും ചൊല്ലുന്നൊരു ദിക്റില്ലേ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇല്ലേ, അള്ളാഹുവിൻ്റെ നാമത്തോടുകൂടെ ഒരു അപകടവും, ആകാശലോകത്തുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ, ഒരു അപകടവും നമ്മൾ തൊടാതങ്ങ് പോവും. അള്ളാൻ്റെ നാമം കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നമ്മൾ ഉപദ്രവിക്കൂല. അങ്ങനെയുള്ള ബിസ്മില്ല, ആ ബിസ്മില്ല ചൊല്ലി എൻ്റെ നാഥൻ്റെ നാമം ചൊല്ലി ഞാനങ്ങ് ഇറങ്ങാൻ ഉറച്ച മനസ്സോടുകൂടെ ചൊല്ലണേ. വെറുതെ വാഗൊണ്ട് ഒരു അധര വ്യായാമം എന്നുള്ളതിലേക്ക് വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. മനസ്സറിഞ്ഞ് എൻ്റെ നാഥൻ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പിൽ ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഞാനിതാ ഞാൻ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ വീടും എന്നെ തന്നെയും എൻ്റെ വാഹനം, എൻ്റെ സന്താനം, എൻ്റെ കുടുംബം എല്ലാം ആരെ ഏൽപ്പിക്കുന്നു? ഏൽപ്പിക്കാൻ പറ്റിയ ഒരുത്തനെയുള്ള ലോകത്ത്. അതാരാ? അത് അല്ലാഹു റബ്ബുൽ ആലമീനാണ്. അവനങ്ങ് ഏൽപ്പിക്കുകയാണ്. റബ്ബിനെ ഏൽപ്പിക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹിനെ ഏൽപ്പിക്കുക. അള്ളാഹ് നോക്കിക്കോളൂന്നേ. അള്ളാഹിനേക്കാൾ വലിയ നോട്ടക്കാരൻ വേറെ ആരാ? അള്ളാഹുവിനേക്കാൾ വലിയ കാവൽ നമുക്ക് എവിടെന്നാ? അല്ലാഹു റബ്ബുൽ ആലമീനിലേക്ക് തവക്കുലേൽപ്പിക്കുക. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ, എല്ലാ ശക്തിയും നിന്നിലാണല്ലാ, എല്ലാ കഴിവും നിന്നിലാണല്ലാ. എനിക്കൊന്നുമില്ല റബ്ബേ, എനിക്കൊന്നുമില്ല. എല്ലാം നിൻ്റെ നിയന്ത്രണത്തിലാണ്, എല്ലാ കഴിവും നിനക്കാണ്. ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട്, ഇത് മനസ്സിലൊരു ബോധ്യമായിട്ട് തന്നെ, വേറെ അർത്ഥം പഠിക്കലല്ല ഇതിൻ്റെ കാര്യം. ഈ ആശയം മനസ്സിലേക്ക് ഇറങ്ങിയിട്ട് എനിക്കൊരു കഴിവുമില്ല, ഞാൻ ഒരു കഴിവുമില്ലാത്ത ഞാൻ എല്ലാ കഴിവുമുള്ള എൻ്റെ ഉടമയായ നാഥനിലേക്ക് ഞാനിത് ഭരമേൽപ്പിക്കുന്നു. ആ നാഥൻ്റെ നാമം ചൊല്ലി ഞാനിതാ ഇറങ്ങുന്നു. ഇടതുകാല് വെച്ച് വീട്ടിൽ നിന്നങ്ങ് ഇറങ്ങിക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് 4 അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അബൂദാവൂദ് റഹിമഹുല്ലാ നിവേദനം ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ പറയാണ്, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, യാനി അതായത് ഇദാ ഖറജ മിൻ ബൈത്തിഹി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ എന്തെന്നാണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നമ്മൾ ചൊല്ലുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊരു 4-5 ദിവസം നമ്മൾ പതിവായി ഇങ്ങനെ ചൊല്ലി നോക്കിയാൽ നമ്മുടെ വായിൽ നിന്ന് നമ്മൾ അറിയാതെ ഇങ്ങ് പോരും. ഇത് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുമ്പോഴാട്ടോ അതിന് ഫലം ഉണ്ടാവണത്. ഏത് ദിക്റായിക്കോട്ടെ, അത് പ്രവൃത്തി പദത്തിൽ വരുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാവുക. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ ദിക്ർ ചൊല്ലിയാൽ യുഖാലു ലഹു, അവനോട് വിളിച്ചു പറയപ്പെടും. അവനോട് വിളിച്ചു പറയപ്പെടും. ആകാശലോകത്ത് നിന്ന് അവനോട് വിളിച്ചു പറയും. മലക്കുകളായിരിക്കാം. അവനോട് വിളിച്ചു പറയപ്പെടും. എന്താ പറയപ്പെടണേ? 4 കാര്യങ്ങൾ വിളിച്ചു പറയപ്പെടും. ഒന്നാമത്തത് എന്താ പറയണത്? ഹുദീത്ത, നിനക്ക് ഹിദായത്ത് നൽകപ്പെട്ടു. ഏത്? ഈ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നും പറഞ്ഞ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്നോട് എന്താ പറയപ്പെടണേ? നിന്നോട് പറയാണ്, നിന്നെ വിളിച്ചു പറയാണ്, ഹുദീത്ത, മോനെ നിനക്ക് ഹിദായത്ത് നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ നീ ആ ദിക്റും ചൊല്ലി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വരണത് വരെ നിൻ്റെ ഹിദായത്തിന് കാവലാണ്, നിൻ്റെ ഈമാനിന് കാവലാണ്. നിൻ്റെ ഈമാൻ ആരും പറിച്ചുകൊണ്ട് പോവില്ല. നിന്നെ വഴിപിഴപ്പിക്കാൻ ഒരു പുത്തൻ പ്രസ്ഥാനക്കാരനും കഴിയില്ല, ഒരു യുക്തിവാദിക്കും കഴിയില്ല. നിൻ്റെ ഈമാനിന് ഈ ബോധ്യത്തിൽ ചൊല്ലി, വെറുതെ ദിക്റ് ചൊല്ലി പോയിട്ട് കാര്യമില്ല. ഈ ദിക്റ് ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നതെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരണത് വരെ ഈമാനിന് അള്ളാഹു കാവൽ നൽകും. ആദർശത്തിന് അള്ളാഹു കാവൽ നൽകും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാകുന്നുണ്ടോ? അത്ര വലിയ അത്ഭുതമാണ് ഈ ദിക്ർ. രണ്ടാമത്തേത് എന്താ? വകുഫീത, നിനക്ക് ആവശ്യമായതൊക്കെ നൽകപ്പെട്ടിരിക്കുന്നു. അതായത് നീ എന്തിനാണ് ഇറങ്ങിപ്പോണത് മോനെ? എന്താവശ്യത്തിനാണ് നീ പോണത്? ഈ ദിക്ർ കൃത്യമായ ബോധ്യത്തിലാണ് നീ ചൊല്ലുന്നതെങ്കിൽ, നീ ഇറങ്ങിപ്പോണത് ഹലാലായ ആവശ്യത്തിനാണെങ്കിൽ അള്ളാഹു അത് നിറവേറ്റി തന്നിരിക്കുന്നു എന്നാണ്. നിറവേറ്റപ്പെട്ടിരിക്കുന്നു ആവശ്യം. അപ്പോൾ ചില ആളുകൾ പറയും, ഉസ്താദെ ഞാൻ ഈ ബോധ്യത്തിലൊക്കെ പോയിട്ടും എനിക്ക് എൻ്റെ ആ കാര്യം ഒരു റെഡിയായില്ലല്ലോ ഉസ്താദെ. അതെന്തുകൊണ്ടാണ് റെഡിയാകാത്തത്?
നമ്മളിത് ഇഖ്ലാസോടെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം അള്ളാഹു റെഡിയാക്കി തരും. എന്നിട്ടും റെഡിയായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ആ ഇഖ്ലാസോടെ ചൊല്ലിയത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മോനെ, നിനക്ക് ആ കാര്യം റെഡിയായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഷെറുണ്ടാകുമെന്ന് അള്ളാഹ്ക്കറിയാം. ആ ഷെറ് തട്ടിക്കളയാൻ വേണ്ടി പടച്ചോൻ ആ കാര്യം റെഡിയാക്കി തന്നില്ല. മറിച്ച് നിനക്ക് അതിനേക്കാൾ ഉത്തമമായത് പിന്നീട് പടച്ചോൻ തരും. ഉറപ്പാണ്. അള്ളാഹു അങ്ങനെയാണ്. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹ് നിങ്ങൾ ചോദിക്കണത് തന്നെ തന്നോളന്നില്ല. ചോദിക്കണതിനേക്കാൾ ഉത്തമമായത്, ചിലപ്പോൾ ആ ചോദിച്ച് നിങ്ങൾ മേടിക്കണത് എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറ് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കണത് കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ മനസ്സറിഞ്ഞ് ചോദിക്കുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾ ചോദിക്കാത്ത അതിനേക്കാൾ ഉത്തമമായത് നിങ്ങൾക്ക് തന്നേക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നാമത്തേത് ഹിദായത്തിന് കാവലാണ്. രണ്ടാമത്തേത് നിങ്ങൾ ഇറങ്ങുന്ന ആവശ്യം നടക്കുന്നതാണ്. മൂന്നാമത്തേത് വവുഖീത, അള്ളാഹു റബ്ബുൽ ആലമീൻ നിന്നെ അങ്ങ് സംരക്ഷിച്ചിരിക്കുന്നു. നിനക്കല്ല സംരക്ഷണം തന്നിരിക്കുന്നു. നിനക്ക് അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ തന്നിരിക്കുന്നു. എനിക്കുണ്ടായ ആക്സിഡൻറ്റ് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈ ദിക്കറൊക്കെ ചൊല്ലി ഇറങ്ങി നമ്മൾ രാവിലെ സ്വബാഹുൽ ഖൈറിൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു എന്ന ദിക്കറും പഠിച്ച് അതൊക്കെ ചൊല്ലി ഇറങ്ങി. റബ്ബുൽ ആലമീൻ എനിക്ക് തന്ന കാവൽ, ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ഞാനിങ്ങനെ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ. കാരണം ആ വണ്ടിയുടെ കോലം നിങ്ങളൊക്കെ കണ്ടതല്ലേ. ഞാനടക്കം കണ്ടിട്ട് ഇങ്ങനെ സ്തംഭിച്ച് നിന്നുപോയി. പടച്ചോനെ, സ്തബ്ധനായി നിന്നുപോയി. ഈ വണ്ടിയുടെ കോലം കണ്ടാൽ യാ റബ്ബി, ഞാൻ ബാക്കിയായി എന്നുള്ളത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയണില്ല. പക്ഷേ എൻ്റെ റബ്ബ്, റഹ്മാനായ റബ്ബ്, ഈ ദിക്കറിൻ്റെ ഫലം ഇത് അനുഭവ സാക്ഷ്യമെന്നോണം എൻ്റെ മനസ്സിൽ ഇഖ്ലാസോടുകൂടെ ഞാൻ ചൊല്ലിയപ്പോൾ, എൻ്റെ റബ്ബ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ചൊല്ലിയപ്പോൾ പടച്ചോൻ എനിക്ക് കാവൽ തന്നു. മനസ്സിലാകുന്നുണ്ട്? അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു കാവൽ തരും. ഇനി എങ്ങാനും നമ്മൾ അള്ളാഹുവിൻ്റെ ഖളാഇന് ഉത്തരം നൽകേണ്ടി വന്നാലോ പടച്ചോൻ നമുക്ക് ഈമാൻ സലാമത്താക്കി തരൂലേ? കാരണം അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തോടുകൂടെയല്ലേ നമ്മൾ ഇറങ്ങിയത്, അല്ലേ? അള്ളാഹു നമുക്ക് കാവൽ തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ വതനഹാലഹു ശൈത്വാൻ, പിശാച് വഴിമാറിപ്പോ. നാലാമത്തത് അതാണ്. നാലാമത്തെന്താ? പിശാച് വഴിമാറിപ്പോകുന്ന റസൂലുള്ളാഹ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അള്ളാൻ്റെ ഹബീബ് പറയണം, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഒരു ശൈത്വാനുണ്ടാവും. നമ്മുടെ കൂടെ ആരുണ്ടാവും? ശൈത്വാനുണ്ടാവും. അവനെന്താ പണി? അവൻ നമ്മളിങ്ങനെ പ്രേരിപ്പിക്കും. സമയമാകുമ്പോൾ നിസ്കരിക്കാൻ, യാത്രക്കാരനല്ലേ, നിസ്കാരമൊന്നും വലിയ കാര്യമാക്കണ്ട, നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും. നല്ല കാര്യങ്ങളിൽ എൻഗേജഡാകാൻ പോയ നല്ല കാര്യമൊന്നും ചെയ്യണ്ട, ഇപ്പം യാത്രയിലല്ലേ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തെറ്റായ ചിന്തകളിലേക്ക്, ഹറാമായ കാഴ്ച കാണുമ്പോൾ ഒന്ന് നോക്കിയടാ, നോക്ക് നമ്മളിങ്ങനെ നോക്കിക്കും, അല്ലേ? അങ്ങനെ പിശാച് നമ്മളെ വഴിപിഴപ്പിക്കാൻ നമ്മുടെ യാത്രയിൽ കൂടെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്ർ ഇഖ്ലാസോടുകൂടെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പിശാച് എന്ത് ചെയ്യും? വതനഹാലഹു ശൈത്വാൻ, പിശാച് വഴിമാറി അങ്ങ് പോകും. പിശാച് വഴിമാറിപ്പോകും. മാത്രമല്ല ഹദീസിൻ്റെ ബാക്കി കാണാം, ഫയഖൂലു ലിശൈത്വാനിൻ ആഖർ, മറ്റൊരു ശൈത്താനോട് ഈ ശൈത്താൻ പറയും. ഏത്? നമ്മുടെ കൂടെയുള്ള ശൈത്താനുണ്ടല്ലോ, നമ്മൾ ദിക്ർ ചൊല്ലിയത് കൊണ്ട് മാറിപ്പോയ ഈ ശൈത്താൻ ബാക്കിയുള്ള ശൈത്താന്മാരോട് പറയും, കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വഉഖിയ. എന്താണ് ഈ മനുഷ്യൻ്റെ കഥ? ഇവൻ നമ്മളെങ്ങനെ പിഴപ്പിക്കും? ഇവനാണെങ്കിൽ ഹിദായത്ത് നൽകപ്പെട്ടു, അള്ളാഹ് കാവൽ നൽകി, അവൻ്റെ ഹലാലായ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ പടച്ചോന് പ്രൊട്ടക്ഷൻ ഈ ദിക്റിലൂടെ കൊടുത്ത മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. നമ്മൾ അവനെ വഴിപിഴപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് നമുക്ക് ഇവനെ വിട്ടങ്ങ് പോകാം. പിശാച് വഴിമാറിപ്പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലപ്പുറം എന്താണോ വേണ്ടത്? പോയി നമ്മൾ തിരിച്ചു വരണതിൻ്റെ ഉള്ളിൽ 4 അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഈ ദിക്ർ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചൊല്ലിയിറങ്ങിക്കോ. ഹിദായത്ത് നൽകപ്പെടും, ആഗ്രഹം സാധിച്ച് നൽകപ്പെടും. അതുപോലെ തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ അപകടങ്ങളിൽ നിന്ന് കാവൽ നൽകും. അതുപോലെ നിനക്ക് പിശാചുക്കൾ വഴിമാറിപ്പോകും. അങ്ങനെ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന്, മോശം ചിന്താഗതികളിൽ നിന്ന് പോലും, പിശാചിൻ്റെ തോന്നിപ്പിക്കലുകളിൽ നിന്ന് പോലും അള്ളാഹു കാവൽ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലും ഈ പരിശുദ്ധ ദിക്ർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. ശക്തമായ മഴയാണ് കേരളം മുഴുവൻ. പല ജില്ലകളിലും ഇന്ന് സ്കൂൾ അവധിയാണ്, കോളേജുകൾക്ക് അവധിയാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ അള്ളാഹുവിൽ തവക്കുലാക്കി നല്ല ബോധ്യത്തിൽ ഇറങ്ങണം. അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. പല കുടുംബങ്ങളിലും വീട് നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, വലിയ പ്രയാസത്തിലാണ്. പല കടൽ തീരത്തുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പുഴയുടെ ഓരങ്ങളിൽ താമസിക്കുന്നവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ. പല വീട്ടിലും വെള്ളം കയറിയിട്ട് ഒരുപാട് വേദനകൾ അവരനുഭവിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹൈറായ മഴ നൽകി ഹൈറല്ലാത്തത് നമ്മിൽ നിന്ന് മാറ്റി നിർത്തുമാറാകട്ടെ.
ആവശ്യമുള്ളിടങ്ങളിലേക്ക് അള്ളാഹു മഴയെ നീക്കി കൊടുക്കുമാറാകട്ടെ. എപ്പോഴും മനസ്സറിഞ്ഞ് പ്രാർത്ഥന നടത്തുക. അള്ളാഹു സ്വബാഹുൽ ഹൈർ കുടുംബക്കാർക്ക് നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രത്യേകിച്ച് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, സക്കരിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ എത്ര തവണ സക്കരിയ നബിയുടെ നാമം എത്ര തവണ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്? കൃത്യമായി കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പല കുടുംബങ്ങളും വലിയ സങ്കടങ്ങളിലാണ്. ഈ മഴക്കെടുതിയുടെ ഭാഗമെന്നോണം പല കുടുംബങ്ങളും വല്ലാതെ പ്രയാസത്തിലാണ്. വീടുകളൊക്കെ നശിഞ്ഞു പോയൊരവസ്ഥയിലാണ്. അള്ളാഹു എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ. ദുആ ആണ് ഏറ്റവും വലിയ ആയുധം. അപ്പോൾ ഈ ദിക്ർ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, പടച്ചോനെ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണല്ലാ, നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല പടച്ചോനെ, ആ ബോധ്യത്തിൽ തന്നെ ചൊല്ലണം. നിരന്തരം 5 വക്ത് നിസ്കാരത്തിൻ്റെ ഇടയിലും ഒക്കെ ഇത് ധാരാളം ചൊല്ലുക. കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യണം. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് നമുക്ക് ഹദിയകൾ എത്തിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, കരുണക്കടലായ തമ്പുരാനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ പഠിച്ച ദിക്ർ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ആ മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അതിലൂടെ എല്ലാ നേട്ടങ്ങളും ലഭിക്കുന്നവരാകാൻ അള്ളാഹുവെ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. എല്ലാ പൈശാചികതകളിൽ നിന്നും കാവലേകണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകണേ അല്ലാ. എല്ലാ സിഹറുകൾ ഐനുകൾ ബാത്തുലാക്കണേ അല്ലാ. സമാധാനം നിറഞ്ഞ ജീവിതം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ പ്രതീക്ഷകളാണ് ഞങ്ങളുടെ പൊന്നുമക്കൾ. ഞങ്ങളെയും അവരെയും ഇണകളെയും ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ തന്നെയും എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണയല്ല. പൊന്നുമക്കളെ നന്നാക്കണയല്ല, അതവുള്ളവരാക്കണയല്ല. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ല. യാ റബ്ബന, ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല. ആജിലും കാമിലുമായ ശിഫ നൽകണയല്ല. അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്. ഈ സദസ്സിനെ സ്നേഹിക്കുന്നതിൻ്റെ ബറക്കത്തുകൊണ്ട്, ഇതിൽ ഹംദ് പറഞ്ഞതിൻ്റെ ബറക്കത്തുകൊണ്ട് എല്ലാ മുറാദുകളും ഹാസുലാക്കണയല്ല. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. യാ റബ്ബന യാ റബ്ബന, പടച്ചവനെ, മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണയല്ല. കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണയല്ല. ഒരുപാട് പ്രവാസികളുണ്ട്, ജീവിതത്തിൽ പ്രയാസങ്ങൾ അകറ്റണയല്ല. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിലായി നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണയല്ല. പടച്ചവനെ, ഈ കുടുംബത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണയല്ല. ഈ കുടുംബത്തെ നീ സ്വർഗീയ ലോകത്തും ദുനിയാവിലും ചേർത്ത് പിടിക്കുന്ന കുടുംബമാക്കി മാറ്റണയല്ല. ഈ സ്വബാഹുൽ ഖൈർ എന്ന നാമം മുത്തുനബിയാൽ വിളിക്കപ്പെടുന്ന ഒരു വിഭാഗമാക്കി നീ മാറ്റണയല്ല. നീ കബൂൽ ചെയ്യണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.